Hello everyone, welcome to another video of the basic training for choral directors as part of the Choral Factory Season 1. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ് ഇൻട്രൊഡ്യൂസിങ് എ സോങ് ടു ദ ക്വയർ എന്നുള്ളതാണ്. നമ്മൾ പാട്ട് സെലക്ട് ചെയ്തു, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്കോർ സ്റ്റഡി നടത്തി, അതിനുശേഷം ഈ പാട്ട് നമ്മൾ ക്വയറിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം നമ്മൾ ഈ പാട്ട് ക്വയറിന് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പാട്ടിനെക്കുറിച്ച് ക്വയറിനോട് സംസാരിക്കണം. അതിൻ്റെ തീം എന്താണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ആ കമ്പോസർ ക്ലാസിക്കൽ കമ്പോസർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റു പാട്ടുകൾ, അതിനകത്തുള്ള ടെക്സ്റ്റ്, ആദ്യം തന്നെ അതിൻ്റെ പുതിയ പാട്ടിൻ്റെ ലിറിക്സ് നമ്മൾ ക്വയറിനെ കൊണ്ട് വായിച്ച് നോക്കിക്കുന്നു. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ലാംഗ്വേജിലുള്ളതാണെങ്കിൽ നിർബന്ധമായും ആദ്യമേ പ്രൊനൗൺസിയേഷൻ പഠിപ്പിച്ചിരിക്കണം. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഒരു റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഒരു റെക്കോർഡിംഗ് ഒരു തവണ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അവർക്ക് ഏകദേശം ഒരു ഐഡിയ ഈ പാട്ടിനെക്കുറിച്ച് കിട്ടും. അതിനുശേഷം നമ്മൾ ആ പാട്ടിൻ്റെ ഓരോ സെക്ഷൻസും അവർക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ആ പാട്ടിൻ്റെ സെക്ഷൻ എ ഉണ്ടെങ്കിൽ അങ്ങനെ, രണ്ടാമത്തെ സെക്ഷൻ ഉണ്ടെങ്കിൽ സെക്ഷൻ ബി ആണെങ്കിൽ അങ്ങനെ നമുക്ക് അവർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആ റെക്കോർഡിംഗ് ഒന്നുകൂടെ പ്ലേ ചെയ്ത് കൊടുക്കുന്നു. രണ്ടാമത് പ്ലേ ചെയ്യുമ്പോൾ ആ ഗായക സംഘത്തിന് ആ പാട്ടിനെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ പാട്ട് പ്രാക്ടീസിലേക്ക് പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൻ ലീഡേഴ്സ് ഗായക സംഘത്തിനെയും കൊണ്ട് പള്ളിയുടെ പല ഭാഗത്തേക്ക് പോവുകയും അവർ ഈ പാട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ക്വയർ ഡയറക്ടർ നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധമായും പാട്ട് പ്രാക്ടീസിൻ്റെ ഇടയിൽ ആ ഓരോ പാർട്ടും റിവ്യൂ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തണം. പിച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളത് കറക്റ്റ് ചെയ്യണം. കമ്പൈൻ ചെയ്യാൻ തുടങ്ങുന്ന ഫേസിൽ പിച്ച് ഇഷ്യൂസ് കറക്റ്റ് ചെയ്യാനായിട്ട്, അതായത് റോങ് നോട്ട്സ് കറക്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ പ്രയാസമായിരിക്കും. Thank you for watching. This is the end of this video.